ഹായ് ഓൾ. ഇന്നത്തെ വീട്ടിൽ ഞാൻ കുറച്ച് പൂക്കൾ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള ഈ ഒരു അരളിപ്പൂ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു അരളിപ്പൂ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വട്ടവടയാണ് കേട്ടോ. വട്ടവടയിൽ നമ്മൾ പോയ റിസോർട്ടിൽ നിറയെ പൂക്കൾ. അപ്പോൾ എനിക്കിത് കണ്ടപ്പം ഈ പൂക്കൾ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പൂക്കളും ചെടികളൊക്കെ എപ്പോൾ ഇടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫ്ലവേഴ്സ് മാത്രം കാണിക്കണം തോന്നി. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഈ അരളിപ്പൂ നോക്കി എന്ത് ഭംഗി. അതും സാധാ അരളിയായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല വ്യത്യാസം. റോസാപ്പൂ പോയിരിക്കുന്ന അരളിയാണിത്. നല്ല കട്ടയുണ്ടാവും. നമ്മൾ നോർമലി കാണുന്ന അരളിയായിട്ട് തോന്നിയില്ല, വ്യത്യാസം തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നോർമലി അറിയപ്പെടുന്ന കൊങ്ങിണി എന്ന് പറയുന്ന പൂവാണ്. നമ്മൾ കൊങ്ങിണിപ്പൂ എന്നും ഒക്കെ വിളിക്കും, ചില അരിപ്പൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കൊങ്ങിണിപ്പൂ നിറയെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ നിങ്ങൾ വിളിക്കുന്നതെന്ന് പറയണേ. ഇതിൻ്റെ യെല്ലോ കളർ, പിന്നെ ഇതിൻ്റെ റെഡും ആ ഒരു ഓറഞ്ച് റെഡ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഭംഗിയായിട്ടുണ്ടായിരുന്നത്. ഇവിടെ നന്നായിട്ട് നട്ട് നിറയെ ഇങ്ങനെ വെട്ടിയെടുത്തു, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ വയലറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറായിട്ടുള്ള ആ ഒരു കൊങ്ങിണിപ്പൂവാണ്. കൊങ്ങിണിപ്പൂവിൻ്റെ നിങ്ങളുടെ വീട്ടിൽ നാട്ടിലൊക്കെ വിളിക്കുന്ന പേര് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ പൂവിൻ്റെ പേര് എനിക്ക് അറിയണം, പക്ഷെ നല്ല ഭംഗിയായിട്ട് തോന്നിയൊരു പിങ്ക് കളർ. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല വൈറ്റ്, ഇത് നമ്മുടെ ഡെയ്സിയുടെ നല്ല ഭംഗിയുള്ള ഡെയ്സിയുടെ വലിപ്പമുള്ള ഡെയ്സിയാണിത്. ചെറിയ വലിപ്പം കുറേ ഡെയ്സി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഡെയ്സിയാണ്, നല്ല വൈറ്റ് ഫ്ലവറിൽ എന്ത് ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും പിടിക്കും കേട്ടോ. തണുപ്പത്ത് മാത്രം നമ്മുടെ നാട്ടിലും വളർന്നൊരു പൂവാണ് എനിക്ക് തോന്നിയത്, ഡെയ്സിയല്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, തണുപ്പത്തോട് ചെല്ലുമ്പോഴത്തേക്കും ഏത് പുല്ലിൽ പോലും നല്ല ഭംഗിയുള്ള പൂ ഉണ്ടായിരിക്കും അല്ലേ, നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ. പിന്നെ ഈ ഫ്ലവർ കണ്ടോ, നല്ല പർപ്പിൾ കളർ. ഈ ഫ്ലവറിൻ്റെ പേര് ക്യൂൺ റീത്ത്, പർപ്പിൾ റീത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്ലവറാണല്ലോ. പിന്നെ സാൻഡ് പേപ്പർ വൈൻ, അങ്ങനെ ഒരു പേര് ഇതിനെ കേട്ടിട്ടുണ്ട്. ഇത് സാൻഡ് പേപ്പറിൻ്റെ ലീഫ് കുറച്ച് റഫായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ആ പേര് സാൻഡ് പേപ്പർ വൈൻ എന്നൊരു പേര് വന്നത്. നോർമലി ക്യൂൺ റീത്ത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിങ്ങനെ ക്രീപ്പിംഗ് ആയിട്ട് ഗേറ്റിലൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. കണ്ടില്ലേ, ഈ പർപ്പിൾ കളർ പൂ എന്ത് ഭംഗി കാണാനായിട്ട്. ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ പൂവുണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ കാണാനായിട്ട്. ക്രീപ്പിംഗ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റാണിത്. പിന്നെ ഈ ഒരു ഫ്ലവർ, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞത്, ഇങ്ങനെ ഈ ഒരു ചെടി ഇങ്ങനെ നിറഞ്ഞെടുക്കും റെഡ് കളറിൽ. പക്ഷേ ഇത് കുറച്ച് റെഡ് കളറൊക്കെ പോയായിരുന്നു, മങ്ങി തുടങ്ങിയായിരുന്നു കളർ. പിന്നെ ഈ ഒരു ഫ്ലവർ എനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഡയാന്തസ് എന്നാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്ക് ഒരു കോമൺ നെയിം കേട്ടു, എന്താണ്, പെൻസിൽ കട്ടർന്ന്. അപ്പോൾ എനിക്ക് ശരിയാണല്ലോ, പെൻസിൽ കട്ടർ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ, ഡയാന്തസ് നമ്മളൊക്കെ പറയാറ്. പിന്നെ ഇതുണ്ട് മെലസ്റ്റോമയുടെ വൈറ്റ് കളർ, എന്ത് ഭംഗിയാലും കാണാനായിട്ട്. ഞാൻ മെലസ്റ്റോമയുടെ നമ്മുടെ നോർമലി കാണുന്ന മെലസ്റ്റോമയുടെ വൈറ്റ് കളർ, അത് ഇപ്പോഴും എല്ലായിടത്തും കാണുന്നതാണ്, നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്നത്. പക്ഷേ വൈറ്റ് മെലസ്റ്റോമ ഞാൻ കണ്ടിട്ടുണ്ട്, അതല്ല അധികം കാണാറില്ല. ഇതെനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു വൈറ്റ് മെലസ്റ്റോമ, നല്ല രസമല്ലേ കാണാനായിട്ട്. കോമൺലി കാണാത്തതുകൊണ്ടായിരിക്കും ഇത് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നി വൈറ്റ് മെലസ്റ്റോമയ്ക്ക്. പിന്നെ ഇത് ഡാലിയ. ഈ ഒരു കളർ ഡാലിയ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പർപ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വയലറ്റുള്ള ഡാലിയ എല്ലായിടത്തും ഉണ്ടായിരുന്നു, നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഡാലിയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, തണുപ്പത്ത് മാത്രമല്ല. ഇത് വീട്ടിൽ കിഴങ്ങൊക്കെ ഇട്ട് പണ്ട് മഞ്ഞ ഡാലിയ വീട്ടിലുണ്ടായിരുന്നു. ഇനി അതൊക്കെ പോയി, നമ്മൾ കിഴക്കൊക്കെ പിന്നെയും ഇട്ടത് കളയാണ്ട് സംരക്ഷിച്ചാൽ പിന്നെ ഉണ്ടാവും. പിന്നെ അത് വീട്ടിലൊക്കെ പോയായിരുന്നു. ഇത് നിറയെ ഇവിടെ പോകും. എനിക്കിത് ഈ ഡാലിയുടെ പൂ കൊണ്ട് എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ മാത്രം പൂവിൻ്റെ ഫോട്ടോ നടക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള വയലറ്റല്ലോ എന്തേലും പറയാം, നല്ല ഡാർക്ക് കളറ് ഡാലിയ. പിന്നെ ഇതൊരു ഡേസി പൂ പോലെ എനിക്ക് തോന്നി, പക്ഷേ ഇതൊരു പുല്ലാണ്. ആ പുല്ലിലെ പൂ തന്നെ എന്ത് ഭംഗിയാണല്ലോ കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് അരളിപ്പൂവാണ്, നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എല്ലാം നല്ലതാണ്, എന്നാലും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അരളിപ്പൂ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഒരു സീനറി ആയിരുന്നു അത്. പിന്നെ മെലസ്റ്റോമ, നമ്മൾ നോർമലി കാണുന്ന മെലസ്റ്റോമ, അത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു കളർ. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കൊങ്ങിണിപ്പൂ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ട് ഇവിടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തൊട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ഡ്രീം വാലി എന്നാണ് റിസോർട്ടിൻ്റെ പേര് കേട്ടോ. വട്ടവടയാണ് സ്ഥലം, മൂന്നാർ കഴിഞ്ഞിട്ട് പോകണം വട്ടവട, അതാണ് സ്ഥലം. നല്ല ഭംഗിയായിട്ട് കണ്ടോ, ഈ ഒരു റെഡും യെല്ലോയും എല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോമൺലി കാണുന്ന റോസ് പല വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴും കാണുന്നതാണല്ലോ, അപ്പോൾ അതിനേക്കാളും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഫ്ലവേഴ്സാണ് ഞാൻ കൂടുതൽ എടുത്തത്. ഇതൊക്കെ നോർമലി കാണുന്ന റോസ്. പിന്നെ ഇത് ജമന്തിപ്പൂവിൻ്റെ വേറെ കളറായിട്ട് എനിക്ക് തോന്നുന്നു, ജമന്തിയുടെ അതിന് വെറൈറ്റി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു ഈ മഞ്ഞപ്പൂവിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നല്ല ഭംഗിയായിട്ട് തോന്നി ഈ മഞ്ഞപ്പൂ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ തന്നെ വേറൊരു കളർ വെറൈറ്റിയും ഈ കുറച്ച് ഡാർക്ക് യെല്ലോ വരുന്ന കൂടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡെയ്സി പൂവ്,
ഡേയ്സി നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ ഞാൻ പറഞ്ഞ ഡാർക്ക് കളർ യെല്ലോ, അല്ല ഡാർക്ക് യെല്ലോ ഉള്ള ആ ഒരു ഫ്ലവറിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്ന കുറേ പേരുണ്ട്, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് പീച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പീച്ചിൻ്റെ വലിയൊരു മരം കാണുന്ന ആദ്യമാണ്. പീച്ച് നിറയെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയൊക്കെ ചെയ്ത്, പറിച്ചെടുത്തോളം പറഞ്ഞായിരുന്നു കേട്ടോ, വേണമെങ്കിൽ പറിക്കാമെന്നൊക്കെ. നല്ല പഴുത്തൊക്കെ അധികം ഉണ്ടായില്ല. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് പോകും. നമ്മൾ ജസ്റ്റ് ഒരെണ്ണമൊക്കെ ഒന്ന് പറിച്ച് നോക്കി എന്താണ് ടേസ്റ്റ് അറിയാൻ വേണ്ടി. പീച്ച് കൂടാണ്ട് ഫിഗ് കൂടെ ഉണ്ടായിരുന്നു. ഫിഗില്ല, നമ്മൾ അത്തിപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ മരവും വലിയ മരം, അത്തിപ്പഴമൊക്കെ അതിലുണ്ട് കേട്ടോ, നിറയെ ഉണ്ടായിരുന്നു. പിന്നെ അതെ ഇതൊരു ഈ ചെടികളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കിത് നല്ലൊരു എന്താ പറയുക, ഇതിൻ്റെ താഴ്ഭാഗം എന്ത് തിക്കാണ് നിൽക്കുന്നത് അല്ലേ. ഇത്രയും വലുപ്പത്തിൽ ഞാൻ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ഭീകരത തോന്നുന്നൊരു എനിക്ക് തോന്നി. അങ്ങനെ ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് എന്താ പറയുക, പിടിച്ചു നോക്കുമ്പോണ്ടല്ലോ ഒരു അനിമലിൻ്റെ സ്കിന്നിൽ പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ പവിഴപ്പുറ്റ് പോലെയൊക്കെ കണ്ടോ, എന്തോ ഒരു വൈൽഡ് ഫീൽ എനിക്ക് തോന്നി ചെടിക്ക് തോന്നി എനിക്കത് തൊട്ട് നോക്കിയപ്പം. പിന്നെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ വെറൈറ്റി വേറെ കളറാണത്, വൈറ്റും പിങ്കും കൂടി ചേർന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂ കാണാനായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ ബൊഗെയിൻവില്ല എല്ലായിടത്തും ഉണ്ടല്ലോ, ബൊഗെയിൻവില്ല നല്ല ഭംഗിയുള്ള കളർ. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സീ യു.